Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Find the complex Fourier transform of f of x equal to sin x mod x less than equal to a greater than 0, 0 mod x greater than a. ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഫോർമുല എന്താണ്? f of x is equal to, ഫോർമുല വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഫോർമുല ഓർത്തിരിക്കുക, 1/√2π 1/√2π ഇന്റഗ്രൽ എന്താണ്? -∞ to +∞, ലോവർ ലിമിറ്റ് -∞, അപ്പർ ലിമിറ്റ് +∞, f of x into e raised to -isx dx. ഫോർമുല കൃത്യമായിട്ട് എഴുതുക. 1/√2π ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് -∞, അപ്പർ ലിമിറ്റ് +∞, f of x e raised to -isx dx. Then 1/√2π ഇന്റഗ്രൽ, ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് sin x എന്നാണ്. mod x less than equal to a ഫംഗ്ഷന്റെ വാല്യൂ sin x ആണ്. all other cases ഫംഗ്ഷൻ വാല്യൂ will be 0. mod x less than a എന്ന് പറഞ്ഞാൽ എന്താണ്? mod x less than a എന്ന് പറഞ്ഞാൽ -x less than a and +x less than a. ഇവിടെ -x less than a എന്ന് പറഞ്ഞാൽ x greater than -a. therefore x lies between +a and -a. x lies between +a and -a. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് -a വരും, അപ്പർ ലിമിറ്റ് +a. f of x എന്താണ്? sin x e raised to -isx dx. അപ്പോൾ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ f of x നെ ഒരു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? sin x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലോവർ ലിമിറ്റ് -a യും അപ്പർ ലിമിറ്റ് +a യും. കാരണം എന്താണ്? mod x ലെസ് ദാൻ a ലെ ഫംഗ്ഷന്റെ വാല്യൂ sin x ആണ്. in all other cases ഫംഗ്ഷൻ വാല്യൂ will be 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം? that is equal to 1/√2π integral -a to +a sin x into e raised to -isx എങ്ങനെ എഴുതാം? cos sx minus I sin sx. This is equal to 1/√2π integral 1/√2π integral -a to +a sin x into cos sx dx minus I into -a to +a sin x into sin sx dx. രണ്ടായിട്ട് തിരിച്ചു നോക്കാം. ഇവിടെ ലോവർ ലിമിറ്റ് -a യും അപ്പർ ലിമിറ്റ് +a ആണ്. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് സൈൻ. ഇവിടെ sin x എന്നുള്ള ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. cos x എന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡ് ആണ്. ഫസ്റ്റിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും? ഫസ്റ്റിന്റെ ആൻസർ that is equal to 1/√2π. ഫസ്റ്റിന്റെ ആൻസർ 0 ആയി പോകും. കാരണം ഒന്ന് ഓടും മറ്റൊന്ന് ഈവൻ ആവുമ്പോൾ ഓഡ് ഇൻറ്റു ഈവൻ ഓടാണ്. അപ്പോൾ -a to +a ആയതുകൊണ്ട് ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിഷൻ ഇന്റഗ്രൽ ഫസ്റ്റ് ടൈം will be 0. സെക്കൻഡ് ടൈം എന്ത് കിട്ടും നമുക്ക്? -i into 2 times 0 to a sin x sin sx dx. That is ഈ 2 നമ്മൾ ഇങ്ങോട്ട് പുറത്തേക്ക് അടിക്കുമ്പോൾ -2i divided by √2π -2i divided by √2π. ഈ 2 നമുക്ക് അകത്തോട്ട് വേണം, കാരണം ഈ 2 അകത്തോട്ട് ഇട്ടാലാണ് ചെയ്യുന്നത്. ഇന്റഗ്രൽ 0 to a 2 sin x sin sx dx. ഈ 2 നമ്മൾ അകത്തോട്ട് കയറ്റി. അപ്പോൾ 2 sin x sin sx dx. ഇനി നമ്മുടെ കയ്യിൽ ഒരു ട്രിഗണോമെട്രിക് ഫോർമുല ഉണ്ട്. ട്രിഗണോമെട്രിക് ഫോർമുല എന്താണ്? ട്രിഗണോമെട്രിക് ഫോർമുല 2 sin a sin b. എന്താണ് 2 sin a sin b? 2 sin a sin b എന്ന് പറഞ്ഞാൽ cos a minus b minus cos a plus. ഇതാണ് ഫോർമുല. 2 sin a sin b യുടെ ഫോർമുല cos a minus b minus cos a plus. ആ ഫോർമുല കൊടുക്കുമ്പോൾ that is equal to -sin by √2π then integral 0 to a ഇവിടെ 2 sin a sin b. ഇവിടെ ആ ഫോർമുല കൊടുക്കുമ്പോൾ cos x minus sx minus cos x plus sx dx. ആ ട്രിഗണോമെട്രിക് ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യും.
ഇങ്ങനെ വേരി പാത്ത് ചെയ്യാം. That is I by root of 2 pi into 0 to a cos x minus cos 1 minus s into x minus cos 1 plus s into x dx. Integrate minus I by root of 2 pi cos 1 minus s into x integrate sin 1 minus s into x by 1 minus s. Cos 1 minus s into x integrate sin 1 minus s into x by 1 minus s minus sin 1 plus s into x by 1 plus s lower limit 0 upper limit. Cos 1 minus s into x integrate sin 1 minus s into x by 1 minus s minus cos 1 plus s into x integrate sin 1 plus s into x by 1 plus s. This lower limit 0 upper limit. Limit apply minus I by root of 2 pi upper limit a 1 sin 1 minus a sin 1 minus s into a by 1 minus s minus sin 1 plus s into a by 1 plus s. Lower limit കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് sin 0 0 ആണ് sin 0 0 ആണ്. അപ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ എത്രയാണ്? അവസാനം കിട്ടുന്ന ആൻസർ minus I by root of 2 pi minus I by root of 2 pi sin 1 minus s into a by 1 minus s minus sin 1 plus s into a by 1 plus s എന്നാണ് നമുക്ക് അവസാനം കിട്ടുന്ന ആൻസർ കേട്ടോ. ഇതാണ് അവസാനം കിട്ടുന്ന ആൻസർ. ഇനി മൈനസിന്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി ആൻസർ ഇങ്ങനെ ആക്കാം. അതിലേക്ക് കേൾക്കുമ്പോൾ I by root of 2 by pi ഈ ടേം ആദ്യം വരും. അപ്പൊ നമുക്ക് sin 1 plus s into a by 1 plus s minus sin 1 minus s into a by 1 minus s. ഇങ്ങനെ വേണമെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. അതായത് മൈനസിന് അകത്തോട്ട് കൊണ്ട് ചെയ്യുമ്പോൾ ഈ പ്ലസ് ടേം ആദ്യം വരും. അപ്പൊ റൂട്ട് ഓഫ് I by root of 2 pi sin 1 plus s into a by 1 plus s minus sin 1 minus s into a by 1 minus s. ഇതാണ് ഇതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം കാണാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എഴുതി. എന്താണ് ഫോർമുല? f of s is equal to 1 by root of 2 pi integral minus infinity to plus infinity f of x e raised to minus isx dx. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ഫോർമുലയിൽ f of x എന്ന ഫംഗ്ഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? sin x എന്നാണ്. അതിന്റെ ഇന്റർവൽ എന്താണ്? mod x less than a. mod x less than equal to a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x lies between minus a and plus a. അപ്പോൾ ലോവർ ലിമിറ്റ് മൈനസ് എയും അപ്പർ ലിമിറ്റ് പ്ലസ് എയും കൊടുക്കാം. അപ്പോൾ sin x കൊടുത്തു കഴിയുമ്പോൾ sin x ന്റെ e raised to minus isx dx. e raised to minus isx ന് നമ്മൾ ഓയിലേഴ്സ് ഫോർമുല കൊടുക്കുമ്പോൾ cos sx minus i sin sx. ഇനി അതിന് എന്ത് ചെയ്യണം? രണ്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ sin x into cos sx dx ഉം minus i into minus a to a sin x into sin sx dx. ഈ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ sin x into cos sx എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. sin x ഓഡ് ഫംഗ്ഷൻ ആണ്, cos x ഈവൻ ഫംഗ്ഷൻ ആണ്, ഓഡ് ഇൻറ്റു ഈവൻ ഓഡ് ആണ്. അപ്പോൾ ആദ്യത്തെ ടേം നമുക്ക് ഓഡായിട്ട് കിട്ടും. രണ്ടാമത്തെ കേസിൽ sin x ഓഡ് ഫംഗ്ഷൻ ആണ്, sin xx ഓഡ് ഫംഗ്ഷൻ ആണ്, ഓഡ് ഇൻറ്റു ഓഡ് ഈവൻ ആണ്. അപ്പോൾ രണ്ടാമത്തെ കേസ് ഈവൻ ആണ്. By the property of odd and even function, first term will be 0, second term will be 2 times 0 to a sin x into sin sx dx. ഇനി നമ്മൾ minus I by root of 2 pi 0 to a 2 sin x sin sx dx. ഇനി 2 sin a sin b എന്നുള്ള ട്രിഗണോമെട്രി ഫോർമുല അപ്ലൈ ചെയ്യാം. എന്താണ് 2 sin a sin b? 2 sin a sin b എന്ന് പറഞ്ഞാൽ cos a minus b minus cos a plus b ആണ്. പ്ലസ് 2 ൽ നമ്മൾ പഠിച്ച ഒരു ട്രിഗണോമെട്രി ഫോർമുലയാണ്. cos 2 sin a sin b is equal to cos a minus b minus cos a plus b. അപ്പോൾ അതനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? cos x minus sx minus cos x plus sx dx. ഇനി അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ cos x minus isx ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 1 minus s into x by 1 minus s ഉം അടുത്ത sin 1 plus s into x by 1 plus s വരും. ഇനി ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് ചെയ്യും.
അപ്പർ ലിമിറ്റ് എ കൊടുക്കുമ്പോൾ സൈൻ 1 പ്ലസ് എസ് ഇൻറ്റു എ ബൈ 1 പ്ലസ് എസ്, അത് സൈൻ 1 മൈനസ് എസ് ഇൻറ്റു എ ബൈ 1 മൈനസ് എസ്. മൈനസ് അകത്തോട്ട് ഗുണിക്കുമ്പോഴാണ് ആദ്യം സൈൻ 1 പ്ലസ് എസും രണ്ടാമത് സൈൻ 1 മൈനസ് എസും. അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിച്ചാണ്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം. നമ്മൾ പ്ലസ് 2 പഠിച്ച പ്രോപ്പർട്ടി ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ ആണ് ഇന്റഗ്രൽ -a to a f of x dx എന്ന് പറയുന്നത് 2 times 0 to a f of x dx ആണ്. when f of x is even function. Means 0 when f of x is odd function. ഒരു ഫംഗ്ഷൻ ഓഡ് ഇൻറ്റു ഓഡ് എന്ന് പറഞ്ഞാൽ ഈവൻ ആയിരിക്കും, ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞാൽ ഓഡ് ആയിരിക്കും, ഈവൻ ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞാലോ ഈവൻ ആയിരിക്കും. ഓഡ് ഇൻറ്റു ഈവൻ വന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് വന്നത് സൈൻ എക്സ് ഇൻറ്റു സൈൻ എസ് എക്സ്. ഇവിടെ ഓഡ് ഇൻറ്റു ഓഡ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എസ് എക്സ്. സൈൻ എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്, സൈൻ എക്സ് എക്സും ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഇൻറ്റു ഓഡ് ഈവൻ. രണ്ടാമത്തെ കേസാണ് ഇവിടെ 0 അല്ലാതെ വരുന്നത്. ആദ്യത്തെ കേസ് 0 ആവാനുള്ള കാരണം എന്താണ്? സൈൻ എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്, കോസ് എസ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഓഡ് ഇൻറ്റു ഈവൻ ഓഡാണ്. അപ്പൊ ആദ്യത്തെ കേസ് 0, രണ്ടാമത്തെ കേസ് 0 ആണ്. അതിനുശേഷം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്ത് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുന്നത് ഏതാണ്? 2 sin a sin b cos a minus b minus cos a plus b എന്ന ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുക. ആ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ റിസൾട്ടിലേക്ക് കടന്നു വരുന്നത് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.